ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വാട്ട് ഈസ് അബ്നോർമൽ സൈക്കോളജി, ഡെഫിനിഷൻ, അതുപോലെ വാട്ട് ഈസ് നോർമാലിറ്റി ആൻഡ് അബ്നോർമാലിറ്റി എന്ന ടോപ്പിക്കായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് മെൻ്റൽ ഡിസോർഡർ, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ മെൻ്റൽ ഡിസോർഡർ, അബ്നോർമൽ സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ സൈക്യാട്രി അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിചിതമായിട്ടുള്ള, കേട്ടിട്ടുള്ള ഒരു വേർഡാണ് മെൻ്റൽ ഡിസോർഡർ അല്ലെങ്കിൽ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത്. വ്യത്യസ്ത സാഹചര്യത്തിൽ അത് ഉപയോഗിക്കാറുണ്ട്. നമുക്കറിയാം, മെൻ്റൽ ഡിസ്ട്രസ് എന്ന് ചിലർ പറയും, അല്ലെങ്കിൽ മെൻ്റൽ ഡിസീസ് എന്ന് പറയും, ഇൽനെസ് എന്ന് പറയും, ഡിസോർഡർ എന്ന് പറയും. വ്യത്യസ്ത സിറ്റുവേഷനിൽ നമ്മൾ ഈ ടേം മാറി മാറി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഓരോ സിറ്റുവേഷൻസിലും അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മാറുന്നുണ്ട്. പക്ഷേ നമ്മളത് ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു മെൻ്റൽ ഡിസ്ട്രസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് നോർമൽ ലൈഫിലുണ്ടാകുന്ന ഡിസ്ട്രസ്സുകൾ, അല്ലേ, ഡെയിലി ലൈഫിലുണ്ടാകുന്ന ജോലി ഭാരം കൊണ്ടോ അല്ലെങ്കിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ലൈഫിലുണ്ടാകുമ്പോൾ അതിനോട് കോപ്പ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ റിസോഴ്സസ് വെച്ച് നമുക്കതിനെ കോപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ പറയും മെൻ്റൽ ഡിസ്ട്രസ് എന്ന് പറയും, അല്ലേ. അല്ലെങ്കിൽ സാധാരണഗതിയിൽ നോർമൽ ലൈഫിൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഒരു ഡിസോർഡർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ഡിസീസ് എന്ന നിലയ്ക്ക് അതിനെ കാണാറില്ല. അത് എല്ലാവർക്കും ഡെയിലി ലൈഫിൽ, നോർമൽ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. അതിൽ നിന്നും അപ്പുറത്തേക്ക് ഇത്തരം ബിഹേവിയറലായിട്ടുള്ള അല്ലെങ്കിൽ ചിന്താപരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ലൈഫിനെ, അല്ലെങ്കിൽ നമ്മുടെ വ്യത്യസ്ത ഫങ്ഷണൽ ഏരിയാസിനെ അത് ബാധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഡിസ്ട്രസ് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുമ്പോഴാണ് നമ്മളതിനെ ഒരു ഡിസോർഡർ എന്ന് പറയാം. അത് മാത്രം പോരാ, അതിന് മറ്റ് ഫീച്ചേഴ്സും കൂടി ഉണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരാളുടെ തോട്ടിലോ അല്ലെങ്കിൽ ഫീലിംഗ് അല്ലെങ്കിൽ ബിഹേവിയർ, അതുപോലെ പെർസെപ്ഷനിലൊക്കെ വരുന്ന ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ മെൻ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്. പലപ്പോഴും ഇത്തരം മെൻ്റൽ ഡിസോർഡറുകൾ അല്ലെങ്കിൽ ഇത്തരം ഡിസ്റ്റർബൻസുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മെൻ്റൽ ഫങ്ഷനിങ്ങിനെ അത് ബാധിക്കും, അല്ലേ. മെൻ്റൽ ഫങ്ഷനിങ് നമുക്കറിയാം, നമ്മുടെ കോഗ്നിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ തോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചിന്താപരമായിട്ടുള്ള നമുക്കൊരുപാട് ഫങ്ഷൻസുകളുണ്ട്, അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള ഫങ്ഷൻസുകളുണ്ട്. നമ്മുടെ കോൺഷ്യസ്നെസ് അത്തരത്തിലുള്ളൊരു ഫങ്ഷനാണ്, നമ്മുടെ ഓറിയൻറ്റേഷൻ അത്തരത്തിലുള്ളൊരു ഫങ്ഷനാണ്. നമ്മളെ ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഫങ്ഷനിങ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ്, അതുപോലെ തന്നെ അറ്റൻഷൻ, ഇമോഷണൽ ഫങ്ഷനിങ്, അതുപോലെ തന്നെ ഹയർ ലെവലുള്ള തോട്ട് നമ്മുടെ ഫങ്ഷനിങ് ആണ്. ഇത്തരത്തിലുള്ള മെൻ്റൽ ഫങ്ഷനിങ്ങിനെ അതിനെ ആൾട്ടർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ നെഗറ്റീവ്ലി, അല്ലെങ്കിൽ അതിൽ വേലിയേറ്റങ്ങൾ വരിക, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് വരിക, അല്ലെങ്കിൽ മെൻ്റൽ റിസോഴ്സസിനെ നമുക്ക് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരിക. ഈ സാധാരണഗതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് അവരുടെ ഡിസ്ട്രസ്, അവർക്ക് പേഴ്സണൽ ഡിസ്ട്രസ് ഉണ്ടാക്കും. പേഴ്സണൽ ഡിസ്ട്രസ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് ഒന്നല്ലെങ്കിൽ പേഴ്സണൽ ഡിസ്ട്രസ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ സമൂഹത്തിന്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ സമൂഹത്തിനതൊരു നമ്മളെ കൊണ്ടൊരു ഡിസ്ട്രസ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഒരു മലഡാപ്റ്റീവ് ബിഹേവിയർ ആയിട്ട് വരുന്നത്. എസ്പെഷ്യലി പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി, അവർക്ക് പേഴ്സണൽ പ്രശ്നങ്ങളില്ലെങ്കിലും മറ്റുള്ളവർക്കായിരിക്കും ചിലപ്പോൾ അവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും, അവരുടെ ഈ മലഡാപ്റ്റീവ് ബിഹേവിയർ കൊണ്ട്. അപ്പോൾ ഇത്തരം നമ്മൾ ഒരിക്കലും മെൻ്റൽ ഡിസോർഡറിനെ ഒരു ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് ഫുള്ള് പറയാൻ കഴിയില്ല. കാരണം വ്യത്യസ്തമായിട്ടുള്ള ഡിസോർഡറുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരൊറ്റ ഡെഫിനേഷനിൽ ഒതുക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ക്യാരക്ടർ. അത് പ്രധാനമായിട്ടും നമ്മുടെ മെൻ്റൽ ഫങ്ഷനിങ്ങിനെ അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിലുണ്ടാകുന്ന
ഇത്തരം ഡിസ്ട്രസ്സുകൾ നമ്മുടെ ഒക്യുപ്പേഷണൽ ഫങ്ഷനിങ്, എഡ്യൂക്കേഷണൽ ഫങ്ഷനിങ്, നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇത്തരം മേഖലകൾ കൂടി ബാധിക്കുമ്പോഴാണ് നമ്മളതിനെ മെൻ്റൽ ഡിസോർഡർ അല്ലെങ്കിൽ മെൻ്റൽ ഡിസീസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് തോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. ഇപ്പോൾ ഡിപ്രഷൻ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു മെൻ്റൽ ഡിസോർഡറാണ് ഡിപ്രഷൻ അല്ലേ. അത് തോട്ട് റിലേറ്റഡ് ആണ് അല്ലേ. അവരുടെ ചിന്താപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് വികാരങ്ങളിൽ വരുന്ന വേരിയേറ്റങ്ങളാണ് അല്ലേ. അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ചില സമയത്ത് ഇമോഷണൽ എക്സ്പ്രസീവ്നെസ് വരുന്നു അല്ലേ. മാനിക് ആവുമ്പോൾ അമിതമായിട്ട് അവർ എക്സ്പ്രസീവ് ആവുന്നു. അപ്പോൾ സ്കിസോഫ്രീനിയ നിങ്ങൾ കേട്ടിട്ടുള്ള മറ്റൊരു മെൻ്റൽ ഡിസോർഡറാണ്. അതിൽ നമുക്കറിയാം അവരിൽ എന്തായിരിക്കും അൺയൂഷ്വലായിട്ട് വരുന്ന അല്ലെ സംശയങ്ങൾ അല്ലെങ്കിൽ പേടി, അല്ലെങ്കിൽ എന്താണ് പേടി മീൻസ് സാധാരണ ഫോബിയ എന്ന നിലയ്ക്കുള്ള പേടിയല്ല, മറ്റുള്ളവർ അവരെ അപായപ്പെടുത്തുമോ എന്നുള്ള രീതിയിലുള്ള പേടികൾ, അൺയൂഷ്വലായിട്ടുള്ള ബിഹേവിയർ, അതുപോലെ തന്നെ എന്താണ് ഹാലൂസിനേഷൻസ്, സ്പീച്ചിൽ വരുന്ന ഇൻകോൺഗ്രുവൻസി അല്ലെങ്കിൽ നമ്മൾ സിറ്റുവേഷനിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള തോട്ട് വരിക അല്ലെങ്കിൽ സ്പീച്ച് വരിക, ഇതൊക്കെ നമുക്കറിയാം സ്കിസോഫ്രീനിയ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള അസുഖങ്ങളാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫോബിയ എടുക്കുകയാണെങ്കിലും ഒരു ഓവർവെൽമിങ് ആയിട്ടുള്ള ഫീലിങ്സും ആങ്സൈറ്റി ആയിരിക്കും അല്ലേ. അപ്പോൾ അത് ശരിക്കും അവരുടെ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നുണ്ടാവും അല്ലേ. അങ്ങനെ നമ്മൾ ഏതൊരു മെൻ്റൽ ഡിസോർഡേഴ്സിനെ എടുക്കുകയാണെങ്കിലും ഡിസ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്, പേഴ്സണലായിട്ടുള്ള ഡിസ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. സമൂഹത്തിന് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് റിലേഷൻഷിപ്പിൽ പ്രോബ്ലം വരുന്നത് അല്ലേ. അപ്പോൾ ഇത്തരം എന്താണ് ഫീച്ചേഴ്സുകളാണ് പൊതുവെ എല്ലാ മെൻ്റൽ ഡിസോർഡേഴ്സിനും ഉള്ളത് എന്നുള്ളതാണ്. ഒരുപാട് മെൻ്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആങ്സൈറ്റി ഡിസോർഡേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ സ്പെസിഫിക് ഫോബിയ, സോഷ്യൽ ഫോബിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനോടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോടോ ഒരു ഒബ്ജക്റ്റിനോടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോടൊക്കെ നമുക്ക് പേടി വരുന്നതാണ് ആങ്സൈറ്റി ഡിസോർഡേഴ്സിൽ പ്രധാനമായിട്ടും വരുന്നത്. അതുപോലെ തന്നെ ഡിപ്രസീവ് ഡിസോർഡേഴ്സുകൾ നമ്മൾ പറയാറുണ്ട്. മാനിയ ആൻഡ് ഡിപ്രഷൻ, ഈ രണ്ടവസ്ഥയിലോ അല്ലെങ്കിൽ ഇത് ഒരുമിച്ചൊക്കെ വരുന്ന എന്താണ് അതിൻ്റെ വേരിയേഷൻസുകൾ, അതാണ് ഡിപ്രസീവ് ഡിസോർഡേഴ്സ്. അതുപോലെ തന്നെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് നമുക്കറിയാം. അതുപോലെ OCD നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ സ്കിസോഫ്രീനിയ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി ലോങ് ടേം ആയിട്ടുള്ള അസുഖങ്ങൾ നമുക്കറിയാം. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ഡിസോർഡേഴ്സ് അതൊക്കെ മെൻ്റൽ ഡിസോർഡേഴ്സുകളാണ്. നമുക്കറിയാം ഇതിൻ്റെ കാരണങ്ങൾ നമുക്ക് കോസൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എത്തിയോളജി എന്ന് പറയുന്നത് ഒരൊറ്റ ഫാക്ടേഴ്സ് അല്ല അല്ലേ. ഇതൊരു ഇൻട്രൊഡക്ടറി ആയിട്ടോ, നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. മെൻ്റൽ ഡിസോർഡർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നുള്ളൂ. നമുക്കറിയാം ബയോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാകും അല്ലേ. നമ്മൾ ഹോർമോണലായിട്ടുള്ള ഡിസ്ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഇംബാലൻസ്, അത്തരത്തിലുള്ള ഫാക്ടേഴ്സ് നമുക്കറിയാം. ഡിപ്രഷൻ ആണെങ്കിലും സ്കിസോഫ്രീനിയ ആണെങ്കിലും ഒരുപാട് എവിഡൻസുകളുണ്ട് അല്ലേ. നമ്മുടെ ഹോർമോണൽ വേരിയേഷൻസ് മെൻ്റൽ ഡിസോർഡർ അല്ലെങ്കിൽ മെൻ്റൽ സിംറ്റംസ്, ഇത്തരത്തിലുള്ള ഡിസോർഡേഴ്സിൻ്റെ സിംറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഹാലൂസിനേഷൻ ആണെങ്കിലും അതുപോലത്തുള്ള പാരനോയിഡ് ആയിട്ടുള്ള ബിലീഫ് ആണെങ്കിലൊക്കെ, അല്ലെങ്കിൽ ഒബ്സസീവ് ആയിട്ടുള്ള തോട്ട്സ് ആണെങ്കിലൊക്കെ തന്നെ ഇത്തരം ഹോർമോണിൻ്റെ വേരിയേഷൻസ് കൊണ്ട് നമുക്കുണ്ടാകുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത്തരം ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാരിൽ ഇത്തരം ഹോർമോൺസിൻ്റെ അളവ് കൂടുതലാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ. ഏതെങ്കിലും ഒരു ഫാക്ടർ എന്നുള്ളതല്ല, പക്ഷെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഡിസ്റ്റർബൻസുകൾ, അതൊരു ബയോളജിക്കൽ ഫാക്ടേഴ്സാണ് അല്ലേ. ഓർഗാനിക്, അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ഡാമേജുകൾ, അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ അബ്നോർമാലിറ്റീസ്, സ്ട്രക്ചറൽ ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷണലോ ആയിട്ട് വരുന്ന അബ്നോർമാലിറ്റീസ്. അതുപോലെ തന്നെ സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒരുപാട്. നമ്മൾ എസ്പെഷ്യലി സൈക്കോളജി സ്റ്റുഡൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ, നമ്മൾ ഡീൽ ചെയ്യേണ്ട ഏരിയ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സുകളാണ് അല്ലേ. മനഃശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഉണ്ടാവും ഡിസോർഡറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഫാമിലി എൻവയോൺമെൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡിസ്ട്രെസ്സുകൾ, ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ഡിസ്ട്രെസ്സുകൾ നമുക്കറിയാം. ബയോളജിക്കൽ ഫാക്ടേഴ്സ് അതിനെ കൂടുതൽ അനുകൂലമാക്കി തീർക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ബയോളജിക്കലി ജനറ്റിക്കലി ഒരു ഡിസോർഡർ വരാനുള്ള സാധ്യത കൂടുതലാണ്, അദ്ദേഹത്തിന്
ഫാമിലി എൻവയോൺമെൻറ്റും അല്ലെങ്കിൽ സിറ്റുവേഷനും ഡെയിലി ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെ ആ ഒരു ബയോളജിക്കലി ഉള്ള അവസ്ഥയെ കൂടുതൽ അനുകൂലമാക്കി തീർക്കും ചിലപ്പോൾ, അല്ലേ? അത്തരം അവസ്ഥകളിൽ നമുക്കറിയാം മെൻ്റൽ ഡിസോർഡേഴ്സിനെ വളരെയധികം കാരണമുണ്ട്. അത്തരം സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ തന്നെ ഇത്തരം ഇറാഷണലായ തോട്ട് അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസും പേഴ്സണൽ എക്സ്പീരിയൻസുകളും ഡെയിലി ലൈഫിൽ ഫാമിലി നമുക്ക് കിട്ടുന്ന സപ്പോർട്ട്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മെൻ്റൽ ഡിസോർഡേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ലോൺലിനെസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അല്ലേ? അപ്പോൾ ബയോളജിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും അല്ലെങ്കിൽ സൈക്കോ സോഷ്യലായിട്ടുള്ള ഫാക്ടേഴ്സും ഇത്തരം മെൻ്റൽ ഡിസോർഡേഴ്സിനെ, സോഷ്യലായിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്ക് ഒരുപാട് പറയാൻ പറ്റും. അൺഎംപ്ലോയ്മെൻറ്റ്, പോവേർട്ടി, അല്ലെ സോഷ്യോ എക്കണോമിക് ബാക്ക്വാർഡ്നെസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കറിയാം. ഇത്തരം ബാക്ക്വാർഡുള്ള ആൾക്കാരിലൊക്കെ സ്കിസോഫ്രീനിയൊക്കെ കൂടുതലാണ്, അല്ലേ? ഡൗൺവാർഡ് ഡ്രിഫ്റ്റ് ഹൈപ്പോത്തസിസ് ഒക്കെ പറയുന്നത് ഇത്തരം ഈ സോഷ്യോ എക്കണോമിക്കലി ബാക്ക്വാർഡുള്ളവരിൽ ഇത്തരം ഡിസോർഡേഴ്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടുതലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം അവർക്ക് കിട്ടാവുന്ന സപ്പോർട്ട് ഹെൽത്ത് റിലേറ്റഡ് ആണെങ്കിലും മറ്റ് പേഴ്സണൽ സപ്പോർട്ടാണെങ്കിലും അതിൻ്റെ അഭാവം ഒക്കെ ആയിരിക്കും, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ പോവേർട്ടി, അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ ഇത്തരം മെൻ്റൽ ഡിസോർഡേഴ്സിലേക്ക് ഒരു കോൺട്രിബ്യൂട്ടറി ഫാക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫാക്ടറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇത്തരത്തിൽ വളരെ വൈഡ് ഏരിയയാണ്. ഒരിക്കലും ഒരു സിംഗിൾ ഫാക്ടർ ഒരു ഡിസോർഡറിലേക്ക് കോസ് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് സൈക്കോളജിക്കലായിട്ടുള്ള ഡിസോർഡേഴ്സിന് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ടാവും അതിനെ സ്വാധീനിക്കുന്ന. ചിലപ്പോൾ ബയോളജിക്കലി അല്ലെങ്കിൽ ജനറ്റിക്കലി ചിലപ്പോൾ ഒരു ഡിസോർഡേഴ്സിനോട് അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ വരാനുള്ള ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് നല്ല സപ്പോർട്ടുള്ള സോഷ്യൽ സിറ്റുവേഷന് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റും ഫാമിലി എൻവയോൺമെൻറ്റുമാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വരാതെ, അല്ലേ? പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സാണ് നമ്മളതിനെ വിളിക്കുക. അതായത് ഒരാൾക്ക് ചാൻസ് ഉണ്ട് പക്ഷെ വരാതെ അല്ലെങ്കിൽ സിംറ്റംസ് കാണിക്കാതെ സംരക്ഷിക്കുന്ന ഫാക്ടേഴ്സുകളുണ്ടാവും. നല്ല ഫാമിലി സപ്പോർട്ടും അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക്കലി നല്ല ഒരവസ്ഥയിലാണെങ്കിൽ ചിലപ്പോൾ ഇത്തരം അസുഖങ്ങൾ വരാതെ പോവും, അല്ലേ? ചിലപ്പോൾ നല്ല ഫാമിലി സപ്പോർട്ട് എൻവയോൺമെൻറ്റും അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തരം സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് കൂടുതലുള്ള ആൾക്കാരിൽ ചിലപ്പോൾ അത് വരില്ല. സെയിം സിറ്റുവേഷൻ തന്നെ ചിലപ്പോൾ ഒരാൾക്ക് അസുഖം അല്ലെങ്കിൽ ഇൻഹെറിറ്റ്ലി ഇയാൾക്ക് സ്കിസോഫ്രീനിയക്ക് ചാൻസ് ഉണ്ട്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ എൻവയോൺമെൻറ്റും അതിനെ അനുകൂലമാക്കി തീർക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ ആ സിംറ്റം അല്ലെങ്കിൽ ഡിസോർഡർ വരാനുള്ള സാധ്യത കൂട്ടും ചെയ്യും, അല്ലേ? അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ബയോളജിക്കൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ സോഷ്യലായിട്ടുള്ളതും സൈക്കോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ സെൽഫ് എസ്റ്റീം, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സും കൂടി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു ഐഡിയൽ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ രണ്ട് ഫാക്ടേഴ്സിന് ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ബയോളജിക്കൽ ഫാക്ടേഴ്സും ഡിസോർഡേഴ്സിന് കാരണമാവുന്നുണ്ട്, സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സും ഡിസോർഡേഴ്സിന് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഹെൽത്ത് സൈക്കോളജിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബയോ സൈക്കോ സോഷ്യൽ വ്യൂ, അല്ലേ? ആ ഒരു ബയോ സൈക്കോ സോഷ്യൽ വ്യൂ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഒരു മിഡിൽ വേ എന്ന് പറയുന്നത് അതാണ് എന്നുള്ളതാണ്. കാരണം ബയോളജിക്കൽ ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ പോലും പേഴ്സണൽ ഡിസ്ട്രെസ്, ഡെയിലി ലൈഫിലുണ്ടാകുന്ന സ്ട്രെസ്സുകൾ ഇത്തരം ബയോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ട് വളരാൻ സാധ്യതയുള്ള ഡിസോർഡേഴ്സിനെ കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് രണ്ട് ഫാക്ടേഴ്സിനെ ഒരുപോലെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ചില ഡിസോർഡേഴ്സിന് ഏതെങ്കിലും ഒരു ഫാക്ടറായിരിക്കും കൂടുതൽ, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ മറ്റൊരു ഫാക്ടേഴ്സിൻ്റെ അത് തീരെ ഇല്ല എന്ന് അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, അടുത്തത് പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്. നമുക്കറിയാം മെൻ്റൽ ഡിസോർഡേഴ്സിനെ അതിൻ്റെ സിംറ്റംസിൻ്റെ ബേസിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യുക എന്ന പർപ്പസോട് കൂടിയൊക്കെ തന്നെ വ്യത്യസ്ത ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലേ? അതിൽ പ്രധാനപ്പെട്ട രണ്ട് ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. DSM അഥവാ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ അതൊരു മാനുവലാണ്. ഒപ്പം തന്നെ ICD, അല്ലേ? ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്, അല്ലേ? DSM നമുക്കറിയാം, DSM ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് APA ആണ്, അഥവാ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷനാണ്.
APA അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഉണ്ട്. DSM ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷനാണ്. അതുപോലെ തന്നെ ICD നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ICD ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസാണ്. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്, WHO മാനുവലാണ് ICD. പൊതുവെ പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് രണ്ടും യൂസ് ചെയ്യാറുണ്ട്. നമുക്കറിയാം നമ്മുടെ ബുക്കൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു ബേസ് ചെയ്തിട്ടുള്ള DSM ആയിരിക്കും. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ DSM പ്രധാനമായിട്ടും അത് അമേരിക്കൻ ബേസ്ഡ് ആണ്. അമേരിക്കയിലുള്ള റിസർച്ചുകളും അവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സുമാണ് അത്തരം മാനുവൽ റിഫ്ലക്റ്റ് ആകുന്നത്. ICD വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ പോലെയുള്ള അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിലുള്ള അവിടുത്തെ പോപ്പുലേഷൻ്റെയും അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സും കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ പർപ്പസിൽ ICD ആണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ഇവിടെയൊക്കെ ഇന്ത്യയിൽ. പക്ഷേ DSM ആയിരിക്കും നമ്മുടെ ബുക്സ് നമുക്കറിയാം കൂടുതലും അമേരിക്കൻ ബേസ്ഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് DSM കൂടുതൽ ബുക്കിൽ വരുന്ന ഡിസ്ക്രിപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ DSM ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ ഇത്തരം ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് നമുക്കറിയാം ഏറ്റവും ഇത് ഉപകാരം നമുക്കറിയാം ഈ ഒരു സിസ്റ്റമാറ്റിക്കലി കൃത്യമായിട്ട് ഡിസോർഡേഴ്സിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും അല്ലേ. ഓർഗനൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആക്കാൻ പറ്റും അല്ലേ. നമുക്ക് ഒരു സൈക്യാട്രിസ്റ്റിനെ, ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന് പറയാൻ വേണ്ടി പറ്റും ഇന്ന ഡിസോർഡറാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലേ. അല്ലെങ്കിൽ ഇത്തരം ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഡിസോർഡറിനെ ക്ലാസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല അല്ലേ. അല്ലെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാനൊക്കെ പറ്റും അല്ലേ, സഹായകരമാവും. അതുപോലെ തന്നെ ഒരു മെൻ്റൽ ഡിസോർഡേഴ്സിനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ മെൻ്റൽ ഡിസോർഡർ ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതുപോലെ തന്നെ അതിൻ്റെ എത്തിയോളജി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, അതായത് അതിൻ്റെ കോസൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സിന് ഇന്ന ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പർപ്പസിലും റിസർച്ചിലൊക്കെ തന്നെ ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടത് ഡിസോർഡേഴ്സിനെ സിസ്റ്റമാറ്റിക്കലി നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും അല്ല. ഇന്ന ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് എന്ന് വേണ്ടി പറയാൻ പറ്റും. ഇന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സിൻ്റെ അതിൻ്റെ എത്തിയോളജി, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ കോസൽ ഫാക്ടറൊക്കെ എന്തായിരിക്കും, ഏകദേശം സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ റിക്കവറി അല്ലെങ്കിൽ ആ മേഖലയിൽ നടക്കുന്ന റിസർച്ചിനൊക്കെ ഇത് ഒരുപാട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റും ഇത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും പറയാനുള്ള ലോസ് ഓഫ് ഇൻഫർമേഷൻ തന്നെയാണ്. നമുക്കറിയാം സാധാരണഗതിയിൽ ഈ റൂൾ ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു സിംറ്റമുമായിട്ട് അല്ലെങ്കിൽ ഒരു സിംറ്റംസ് കാണിച്ചിട്ടുള്ള ഒരു പേഷ്യൻ്റ്, ഒരു ക്ലയൻറ്റ് വരുമ്പോൾ അയാൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സിലേക്ക് ലേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതമാവും അല്ലേ. പലപ്പോഴും മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഏതെങ്കിലും ഒരു ഡിസോർഡറിലേക്ക് ലേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസോർഡർ ഇയാൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതമാവും ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് ഡിസോർഡർ ആക്കിയിട്ട് കൃത്യമായിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ അല്ലേ. ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ഒപ്പം തന്നെ ലേബലിംഗ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരാളെ സ്റ്റിഗ്മ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇന്ന ഡിസോർഡർ എന്ന് ഡയഗ്നോസ് ചെയ്യുമ്പോൾ ആ ഡിസോർഡർ ചിലപ്പോൾ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ അതൊരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അദ്ദേഹത്തിന് ഭാവിയിൽ കിട്ടാനുള്ള പല പോസിബിലിറ്റി, ചാൻസുകളും ഓപ്പർച്യൂണിറ്റീസൊക്കെ ഇത്തരം ലേബിൾ ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന് നഷ്ടമാവുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ലേബലിങ്ങും അതുപോലെ തന്നെ ഡിസോർഡറിനെ ഏതെങ്കിലും ഒരു കാറ്റഗറി ഓഫ് ഡിസോർഡറിൽ തന്നെ ഇയാൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോസ് ഓഫ് ഇൻഫർമേഷൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു മാനുവൽ പ്രകാരം നമ്മളൊരു ഡിസോർഡറിനെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഇത്തരം ക്രൈറ്റീരിയ വേണമെന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന സിംറ്റംസ് കാണിക്കണമെന്നുണ്ട് അല്ലേ. അപ്പോൾ ആ സിംറ്റംസിനെ കാണിക്കുന്ന സിംറ്റംസിനെ ചിലപ്പോൾ അൺഅവെയറായിട്ട് അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഡിസോർഡറിലേക്ക് ഇയാളെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റീവ് ബയാസ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് കോൺഷ്യസ്ലി അല്ലെങ്കിൽ ഒരു നോൺ കോൺഷ്യസ്ലി അവർ അതിന് അഡിക്റ്റ് ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിലേക്ക് വഴുതി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ് ഇത്തരം ഡിസോർഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ. പക്ഷെ എന്നിരുന്നാലും ഇതിനെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും.
രണ്ട് പ്രധാനപ്പെട്ട സിസ്റ്റമാണുള്ളത്. രണ്ട് പ്രധാനപ്പെട്ട സൈക്യാട്രിക് നോസോളജിയാണ് ഞാൻ പറഞ്ഞ DSM ആൻഡ് ICD എന്ന് പറയുന്നത് അല്ലേ. DSM അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ്റെ ആണ്. ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡർ. ഇത് 2013 DSM-5 എന്നുള്ള ഇപ്പോഴത്തെ ന്യൂ എഡീഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. അതിന് മുമ്പ് DSM-4 TR ആയിരുന്നു. 2013 DSM-5 ഇറക്കിയിട്ടുള്ളത്. അത് അവരിങ്ങനെ ഒരു നിശ്ചിത വർഷത്തിന് ശേഷം അതിൽ റിസർച്ചുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസോർഡറിൽ അവർക്ക് അപ്ഡേഷൻ തോന്നുകയാണെങ്കിൽ അവർ ആ മേഖലയിലൊക്കെ സ്റ്റഡീസ് നടത്തിയതിന് ശേഷം ഒരു വലിയൊരു ടീമുണ്ട്. ആ ടീം ഓരോ ഡിസോർഡേഴ്സിനും പ്രത്യേക ടീംസ് ഉണ്ട്. ആ ടീംസ് അതിലെന്ത് ചെയ്യും, സ്റ്റഡീസ്, അതുപോലെ തന്നെ പ്രധാനമായിട്ടും അമേരിക്കയിലൊക്കെ നടന്നിട്ടുള്ള സ്റ്റഡീസാണ് അവർ കൂടുതൽ ഉൾപ്പെടുത്താറുള്ളത്. അവർ അതിനുശേഷം അതിൽ അപ്ഡേഷൻ വരുത്തും. ഒരുപാട് ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് DSM-ലുണ്ട്. അതുപോലെ തന്നെ ഏകദേശം സിമിലറാണ് എന്ന കുറച്ച് മാറ്റമുണ്ട്. ICD അല്ല, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് എന്ന് പറയുന്ന ICD-11 ഇപ്പോൾ 2014 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആണ് ഇത് ഉള്ളത്. അപ്പോൾ ഇതും കൃത്യമായിട്ട് ഡിസോർഡേഴ്സിനെ കോഡിങ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ICD കൂടുതൽ നമുക്കറിയാം ഇന്ത്യൻ റിസർച്ചുകളും ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെയുള്ള റെപ്രസെൻറ്റേഷൻ അവരുടെ സ്റ്റഡീസിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം പല ഡിസോർഡേഴ്സിന് നമ്മുടെ സാംസ്കാരികപരമായിട്ടും സാമൂഹികപരമായിട്ടും അല്ലെങ്കിൽ ജിയോഗ്രഫിക്കലായിട്ടുള്ള പല ഫാക്ടേഴ്സും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് ഒന്നുകൂടി പ്രാക്ടിക്കലിയൊക്കെ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്, ഇവിടുത്തെ ക്ലിനിക്കിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ICD ആണെന്ന് തോന്നുന്നു. അത് ഏത് ഒന്ന് മറ്റേത് DSM ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, രണ്ടും നല്ല തന്നെയാണ്. DSM ICD മാത്രമൊന്നുമല്ല, മറ്റ് ആൾട്ടർനേറ്റീവ്സും ഓരോ രാജ്യത്തും ഉപയോഗിക്കുന്ന മറ്റു സിസ്റ്റങ്ങളുമുണ്ട്. ഏറ്റവും കൂടുതൽ ഉള്ളത് DSM ആൻഡ് ICD ആണ്. പ്രാക്ടിക്കലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് എന്നുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഇത്തരം ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും ഓരോ ഡിസോർഡേഴ്സിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടും എത്രമാത്രം ക്രൈറ്റീരിയ വേണമെന്നുള്ളത്. അത് നോക്കിയിട്ടാണ് ഒരു ഡിസോർഡേഴ്സിനെ ഡയഗ്നോസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ ഡയഗ്നോസ് ഏത് കൺട്രീസിൽ ഇപ്പോൾ ഒരു ICD ഫോളോ ചെയ്യുന്ന ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഈ ഒരു മാനുവൽ ഫോക്കസ് ചെയ്തിട്ടാണ്, ഈ ഒരു മാനുവലിൻ്റെ ബേസിൽ ഡയഗ്നോസ് ചെയ്തതാണെങ്കിൽ അത് വേറൊരാളടുത്ത് റെഫർ ചെയ്യുമ്പോഴും നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും ആൾക്ക് എന്നുള്ളതാണ്. മറ്റേത് അയാൾ വീണ്ടും ഇയാളെ ഡയഗ്നോസ് ചെയ്യേണ്ട അവസ്ഥ വരും, അല്ലെങ്കിൽ വീണ്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമിനേഷൻ നടത്തേണ്ടതായിട്ടുള്ള ആവശ്യം വരും അല്ലേ. അപ്പോൾ കൃത്യമായിട്ടുള്ള സിംറ്റംസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അനാലിസിസാണ് ശരിക്കും ഇത്തരം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ മേഖലയിൽ റിസർച്ചിന് ഒരുപാട് സാധ്യതകളും ഇത്തരം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ട് നമുക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഏത് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എടുക്കുകയാണെങ്കിലും ICD, DSM അല്ലെങ്കിൽ മറ്റ് ആൾട്ടർനേറ്റീവ് സിസ്റ്റംസ് ഒക്കെ എടുക്കുകയാണെങ്കിലും ഈ മെൻ്റൽ ഡിസോർഡേഴ്സിനെ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഹൺഡ്രഡ്സ് ഓഫ് ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ ICDയും DSM നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില ഡിസോർഡേഴ്സ് ഓവർലാപ്പിംഗ് ആയിട്ടൊക്കെ നമുക്ക് കാണും. അപ്പോൾ ഞാനിവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് DSM ICD നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ഡിസോർഡേഴ്സ് കാറ്റഗറി ഓവർലാപ്പിംഗ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഏകദേശം ഏതൊക്കെ ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സാണ് എന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത് കേട്ടോ. കാരണം ഇതിൽ ഓരോ ഡിസോർഡേഴ്സിനെ കുറിച്ചും നിങ്ങൾ 5th സെമ്മും അതുപോലെ 6th സെമ്മിലുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഫസ്റ്റ് പറയാനുള്ള ഒരു ഡിസോർഡറാണ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്. ഒരുപാട് ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് അതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. നമുക്കറിയാം ഡെവലപ്മെൻറ്റൽ ഈസ് റിലേറ്റഡ് ടു ലൈഫ് സ്പാൻ അല്ലേ. നമ്മുടെ ഹ്യൂമൺ ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ലാംഗ്വേജ് ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റിന് നമ്മൾ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയാറുള്ളത്.
ഫിസിക്കലും സൈക്കോളജിക്കലും അതുപോലെ തന്നെ എന്താണ് ഇമോഷണലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്. ഇത്തരം ഡെവലപ്മെൻറ്റിലൊക്കെ ഒരു ഡിലേ വരുമ്പോഴാണ് നമ്മൾ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കാറുള്ളത്. നമുക്കറിയാം ചൈൽഡ്ഹുഡിലാണ് അല്ലെങ്കിൽ ചെറിയ കുട്ടികളിലാണ് ഇത്തരം ഇത് കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുക അല്ലേ. ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി, അതുപോലെ തന്നെ ഗ്ലോബൽ ഡെവലപ്മെൻറ്റൽ ഡിലേ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ ASD നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടാണ് ഓട്ടിസം എന്നല്ലേ. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്നാണ് പറയുക. അത് സ്പെക്ട്രം ഡിസോർഡേഴ്സ് ഒരുപാട് അതിൻ്റെ ഒരുപാട് വേരിയേഷൻസുകളുണ്ട്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എസ്പെഷ്യലി നമുക്കതിൽ എന്താണ് നോട്ടീസബിൾ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് ഒന്ന് റിപ്പീറ്റേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് റിപ്പീറ്റേറ്റീവായിട്ടുള്ള സ്റ്റീരിയോടിപ്പിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് അല്ലേ, വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സോഷ്യലി ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അത്ര സോഷ്യലൈസ് ചെയ്യാത്ത ഒരു ബിഹേവിയറൽ പാറ്റേൺ ആയിരിക്കും ഓട്ടിസം ഉള്ള കുട്ടികൾ. നിങ്ങൾ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓട്ടിസം ഉള്ള കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എസ്പെഷ്യലി ചെറിയ കുട്ടിയാകുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു 3 വയസ്സൊക്കെ ആകുമ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികൾ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള എന്താണ് സ്റ്റീരിയോടിപ്പിക് ബിഹേവിയേഴ്സ്. അതങ്ങ് പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ചെയ്യുന്ന റിപ്പീറ്റായിട്ട് ചെയ്യുന്ന ആക്ഷൻസുകളൊക്കെ. അതുപോലെ തന്നെ ലാംഗ്വേജ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ തീരെ സോഷ്യലൈസേഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റ് വളരെ കുറവായിരിക്കും. അവരുടെ ഒരു ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളായിരിക്കും ഈ ഓട്ടിസം ഉള്ള കുട്ടികളെന്ന് പറയുന്നത്. അതിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ആസ്പെർഗർ സിൻഡ്രോം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആസ്പെർഗർ ഒരു ഓട്ടിസമാണ്. അത് അവർക്ക് ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയാസിൽ ഏതെങ്കിലും ഒരു മ്യൂസിക്കലായിട്ടുള്ള എബിലിറ്റീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എബിലിറ്റീസ് അല്ലെങ്കിൽ ചില മെമ്മറി അല്ലെങ്കിൽ ചില എന്താണ് മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു എബിലിറ്റി ഇങ്ങനെയുള്ള കുട്ടികളുണ്ടാവും അല്ലേ. ഈ ഓട്ടിസം നമുക്കറിയാം ഏർലി ഏജിൽ ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു അല്ലേ ഓട്ടിസം ഒരു ഡിസോർഡറാണ് ഓട്ടിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ADHD നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അതിൽ കൃത്യമായിട്ട് ഇൻഅറ്റൻഷൻ വരും, അഥവാ അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഭാഗത്തിലേക്ക് മെൻ്റൽ ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അറ്റൻഷൻ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ നമുക്കറിയാമല്ലേ, ഒരു മെൻ്റൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ഫോക്കസ് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റിയാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഅറ്റൻഷൻ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് അവരിലേക്ക് എന്താണ് ഒരേ സമയം വ്യത്യസ്ത കാര്യങ്ങൾ കടന്നു വരുന്നത്. ഏത് ഒരു മേഖലയിലും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അതുപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും അല്ലേ, ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇൻഅറ്റൻഷനും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒരുപോലെ വരുമ്പോൾ അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ അക്കാഡമിക് മേഖലയിൽ അല്ലെങ്കിൽ ബെഞ്ചിൽ ഇരുന്നിട്ട് ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കാനുള്ള ഒരു എബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. കാരണം ഇൻഅറ്റൻഷനും ഉണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ അവരിങ്ങനെ ഓടിക്കളിച്ചും ചാടിക്കളിച്ചും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു സ്കൂൾ ആക്ടിവിറ്റീസിലൊക്കെ ആയിരിക്കും വളരെ ലോ ആയിരിക്കും അവർ വരുന്നത്. ഇത്തരം ഡിസോർഡേഴ്സുകളാണ് പ്രധാനമായിട്ടും ഈ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറുകളിൽ പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് മൂഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് അല്ലേ. മൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ്. അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം 2 മൂഡാണ് നമുക്കുള്ള, ഡിപ്രഷൻ ആൻഡ് മാനിയ അല്ലേ. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനോട് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റീസിനോടും ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരവസ്ഥ അല്ലേ, ഒരു ഹെൽപ്ലെസ് ഫീല് അല്ലെങ്കിൽ ഹോപ്പ്ലെസ് അല്ലെങ്കിൽ വർത്ത്ലെസ് ഫീലിംഗ് വരുന്നതാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുക. അതുപോലെ തന്നെ മാനിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഹൈ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു എനർജറ്റിക് ലെവലാണ് നമ്മൾ സാധാരണഗതിയിൽ മാനിയ എന്ന് പറയാറുള്ളത്. ബൈപ്പോളാർ ആൻഡ് യൂണിപോളാർ ഡിസോർഡർ എന്നിങ്ങനെ പറയുന്നുണ്ട്. യൂണിപോളാർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും മീൻസ് ഡിപ്രഷൻ മാത്രമുള്ളതിനെ നമ്മൾ യൂണിപോളാർ എന്ന് പറയും. ബൈപോളാർ എന്ന് പറയുമ്പോൾ ഡിപ്രഷൻ, മാനിയ. ഇനി ഈ ഡിപ്രഷൻ്റെയും മാനിയൻ്റെയും ഒരുപാട് വേരിയേഷൻസുകൾ വ്യത്യസ്ത രീതിയിൽ വരുന്നുണ്ട്. അതിൽ ഒന്നാണ് ഡിസ്തമിയ. ഡിസ്തമിയ മീൻസ് വളരെ മൈൽഡായിട്ടുള്ള ഡിപ്രസീവായിട്ടുള്ള എപ്പിസോഡ്, വളരെ ലോങ് ടൈമിൽ നീണ്ടു നിൽക്കുന്ന നമ്മൾ ഡിസ്തമിയ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ മാനിയയിലാണെങ്കിൽ സൈക്ലോത്തമിയ എന്ന് പറയുന്നത്. സൈക്ലോത്തമിയ എന്ന് പറഞ്ഞാൽ മാനിയാണ്, ഒരു ഹൈപ്പോമാനിയ ആയിരിക്കും. അതായത് വളരെ സിവിയർ ആയിട്ടുള്ള മാനിക്കൊന്നുമല്ല, എന്നാൽ അവരുടെ ഫങ്ഷനിങ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടാവും. നമ്മൾ സാധാരണ ലൈഫിലൊക്കെ അങ്ങനത്തെ ആൾക്കാരെ കാണാൻ നമുക്ക് വേണ്ടി പറ്റും. കുറച്ചൊരു ഹൈപ്പോമാനിക് ആയിരിക്കും അവരുടെ ജോലിയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിലാണെങ്കിലും സ്കൂൾ കോളേജ് പെർഫോമൻസിലാണെങ്കിലും ഒക്കെ തന്നെ കുറച്ചൊരു ഹൈപ്പോമാനിക്, വളരെ എനർജറ്റിക് ആയിട്ട്
കാണപ്പെടുന്ന ആൾക്കാർ, അത്തരം സൈക്ലോത്തമി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരുടെ ഫങ്ഷനിങ്ങൊന്നും അത്ര തന്നെ ബാധിക്കാറില്ല ഹൈപ്പോമാനിയ. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ മേജർ ഡിപ്രഷനുണ്ട്. മേജർ ഡിപ്രഷൻ എന്ന് പറയുമ്പോഴാണ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഈ ഹെൽപ്ലെസ് ഫീലിങ്ങും അതുപോലെ തന്നെ ഹോപ്പ്ലെസ് ഫീലിങ്ങും. ഫ്യൂച്ചറിൽ നമുക്ക് ഒന്നും ചെയ്യാൻ ഹോപ്പില്ലാത്ത ആൾക്കാർ, അതുപോലെ തന്നെ ഹെൽപ്ലെസ്, എന്നെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല, സഹായിക്കാനില്ല എന്ന്. ഇപ്പോൾ പലപ്പോഴും സൂയിസൈഡൽ ഐഡിയേഷനൊക്കെ ഉണ്ടാകുന്നത് മേജർ ഡിപ്രസീവായിട്ടുള്ള എപ്പിസോഡ്സിലാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് മാനിയ. നമുക്കറിയാം ബൈപ്പോളാർ ഉണ്ടാവാറുള്ളത് ബൈപ്പോളാർ 1 and 2 ഇങ്ങനെ 2 ഡിവിഷൻ ഉണ്ട്. ഇതിൽ രണ്ടിലും നമുക്കറിയാം മൂഡ് ചേഞ്ച് ചെയ്യുന്നതാണ്. മൂഡ് സ്വിങ്സ് എന്നല്ല, അത് ഡിപ്രഷനും വരും, ഒപ്പം തന്നെ ഒരു സർട്ടൻ എപ്പിസോഡ് കഴിഞ്ഞാൽ മാനിക് ആവുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെ മൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻസ്. അതുപോലെ ആങ്സൈറ്റി ഡിസോർഡേഴ്സിനെ നമുക്കറിയാം. ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന ആങ്സൈറ്റി ആൻഡ് ഫിയർഫുൾനെസ്സും ഒരു ഓവർവെൽമിങ്ങും ഒക്കെ വരുന്നതാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഫോബിയ, സോഷ്യൽ ഫോബിയ, ഗാർഡ്, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, അഗോറാഫോബിയ, പാനിക് ഡിസോർഡർ, അതുപോലെ തന്നെ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ, ഇങ്ങനെയുള്ള ഒരുപാട് ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് ഉണ്ട്. OCD ഉണ്ട്. ഇതിൽ സ്പെസിഫിക് ഫോബിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വസ്തുവിനോട്, ഒരു ഒബ്ജക്റ്റിനോടൊക്കെ നമുക്ക് സാധാരണഗതിയിൽ അഗോറാഫോബിയൊക്കെ നമുക്കറിയാം ഹൈറ്റിനെ പേടിയുള്ള, അത് അല്ലെങ്കിൽ ഈ പാമ്പിനെ പേടിയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിനെ പേടിയുള്ള ആൾക്കാർ, ഇഞ്ചക്ഷനെ പേടി, അതുപോലെ ഡോക്ടറെ പേടി, ഇങ്ങനെ പല രീതിയിലുള്ള പല ഒബ്ജക്റ്റിനോടും സിറ്റുവേഷനോടും ഒക്കെ പേടിയുള്ള ആൾക്കാർ. സ്കൂളിനെ പേടിയുള്ള, അങ്ങനെ ടൈപ്സ് ഓഫ് ഫോബിയാസ് ഉണ്ട് അല്ലേ. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ വളരെ ഓവർവെൽമിങ് ആയിട്ടുള്ള ആങ്സൈറ്റി വരുന്ന അവസ്ഥയാണ്. ഒപ്പം തന്നെ അതിനോടുള്ള ഫിസിയോളജിക്കലായിട്ടുള്ള റെസ്പോൺസും കാണിക്കും. സോഷ്യൽ ഫോബിയ നമുക്കറിയാം ജനറലി സോഷ്യൽ സിറ്റുവേഷനോട് ഇത്തരം ഫിയർഫുൾ ആങ്സൈറ്റി വരുന്നതിനെയാണ് സോഷ്യൽ ഫോബിയ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ആങ്സൈറ്റി ആൻഡ് ഫിയർ സാധാരണ പറയാറുള്ളത്, ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിരിക്കും, കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അതിൻ്റെ കോസ് എന്താണെന്നുള്ളത് അല്ലേ. ഫിയർഫുൾ നമുക്ക് കൃത്യമായിട്ട് ഫിയർ പറയാൻ പറ്റും, ഇന്നൊരു വസ്തുവാണെന്നുള്ളത് അല്ലേ. അതുപോലെ തന്നെ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറാണ് നമ്മൾ ഫ്രീ ഫ്ലോട്ടിങ് ആങ്സൈറ്റി എന്ന് പറയും അല്ലേ. അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല ഇത് എന്താണെന്നുള്ളത്. ഒരു ജനറലി ഒരു ആങ്സൈറ്റി ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ. ഇതാണ് നമ്മൾ ഫ്രീ ഫ്ലോട്ടിങ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഗോറാഫോബിയ, പാനിക് ഡിസോർഡറൊക്കെ വളരെ ഡ്രാമാറ്റിക്കാണ്. നമുക്കറിയാം സാധാരണ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന പോലെയുള്ള സിംറ്റംസ് കാണിക്കും പാനിക് ഡിസോർഡർ. സാധാരണഗതിയിൽ അവർ കൃത്യമായിട്ട് നമ്മൾ ഹാർട്ട് അറ്റാക്കാന്ന് തോന്നും, നമ്മളെ ഡോക്ടറെ അടുത്ത് പോയി ഡയഗ്നോസ് ചെയ്യാനും മറ്റു പ്രശ്നങ്ങളൊന്നും കാണില്ല. സാധാരണഗതിയിൽ സ്വന്തം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ആ രീതിയിൽ ചികിത്സയായിട്ട് ഹാർട്ട് അറ്റാക്കിനുള്ള ചികിത്സയായിട്ട് പോകും. പക്ഷേ അവർക്ക് പാനിക് ഡിസോർഡർ അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് ആയിരിക്കും. സാധാരണ ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് വരുന്ന സമയത്ത് വരുന്ന അതേ സിംറ്റംസ് ആയിരിക്കും ഇവർ കാണിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ സ്പെസിഫിക് ആയിരിക്കും എന്നുള്ളതാണ്. എസ്പെഷ്യലി അഗോറാഫോബിയ ഉള്ള ആളുകളിലാണ് കൂടുതൽ പാനിക് ഡിസോർഡർ കാണപ്പെടുന്നത്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ പാനിക് ഡിസോർഡർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്ക് ആ സിറ്റുവേഷനുമായിട്ട് റിലേറ്റ് ആയിരിക്കും അതെന്നുള്ളതാണ്. സെപ്പറേഷൻ ആങ്സൈറ്റി, OCD നമുക്കറിയാം ഒബ്സഷനും കമ്പൽഷനും അതിൽ റിലേറ്റഡ് ടു ആങ്സൈറ്റി. സ്വാഭാവികമായിട്ടും OCD ഉള്ള ആൾക്കാർ നമുക്കറിയാം അവരത് റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അവർക്കത് വീണ്ടും ചെയ്യാനുള്ള ഒരു റീൻഫോഴ്സ്മെൻറ്റ് വരുന്നത് അവരത് ചെയ്യുമ്പോൾ അവർക്ക് ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യുന്നു എന്നുകൊണ്ടാണ് അല്ലേ. റിപ്പീറ്റായിട്ട് അല്ലെങ്കിൽ ചെക്കിങ് ചെയ്യുമ്പോൾ അല്ലേ, കാറിൻ്റെ ഡോറ് അടച്ചിട്ടുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ റൂമിൻ്റെ ഡോർ അടച്ചിട്ടുണ്ടോ എന്നുള്ളൊരു 3 പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ആങ്സൈറ്റി റിഡക്ഷൻ ഉണ്ട് അല്ലേ. അതാണ് അവർ വീണ്ടും ചെയ്യാൻ കാരണമാവുന്നത് അല്ലേ. അല്ലെങ്കിൽ ഓർഡറിങ് ചെയ്യുമ്പോൾ ബുക്ക് കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് വെക്കുമ്പോൾ അത് വീണ്ടും ചെയ്ത് വെക്കുമ്പോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അല്ലേ. അവരുടെ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ വാഷിങ് ചെയ്യുമ്പോൾ വീണ്ടും വാഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട് അല്ലേ. ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ആങ്സൈറ്റി റിഡക്ഷനാണ് അവിടെ റീൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഒരു ഇൻറ്റേർണൽ റീൻഫോഴ്സ്മെൻ്റ് ആണത്. അപ്പോൾ ഇത്തരം ഡിസോർഡേഴ്സുകൾ റിലേറ്റഡ് ടു ആങ്സൈറ്റിയാണ്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സുകളാണ്. അതുപോലെ
സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സുകളുണ്ട്. അതിൽ പ്രധാനമായിട്ട് അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ, അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, നമ്മൾ PTSD എന്ന് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ റിയാക്റ്റീവ് അറ്റാച്ച്മെൻറ്റ് ഡിസോർഡേഴ്സ്. ഏറ്റവും കൂടുതൽ നമുക്കറിയാം അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡേഴ്സും അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സും PTSD ഒക്കെ തന്നെ ഏകദേശം സെയിം സിംറ്റംസ് ആണ്. അതിൻ്റെ ഡ്യൂറേഷൻ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. അക്യൂട്ട് സ്ട്രെസ് എന്ന് സാധാരണഗതിയിൽ ഒരു പുതിയൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവൻറ്റോ അല്ലെങ്കിൽ ഒരു ജീവിത സാഹചര്യം പെട്ടെന്ന് മാറുമ്പോൾ വരുന്ന റിയാക്ഷനാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത്. അത് അധിക കാലം നീണ്ടു നോക്കുമ്പോൾ നമ്മൾ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ ആവും. അതൊരു ലോങ് ടേം ആയിട്ട് നീണ്ടു നോക്കുമ്പോൾ നമ്മളതിനെ PTSD എന്ന് വിളിക്കാം. അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു ട്രോമ കഴിഞ്ഞതിന് ശേഷം ഒരാളിലുണ്ടാകുന്ന റിയാക്ഷൻസ്, ഇപ്പോൾ എന്താണ് റിയാക്ടിവേഷൻ സിംറ്റംസ്, അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞ ഒരു ആക്സിഡൻ്റ് ആണെങ്കിൽ ആ ആക്സിഡൻറ്റിൻ്റെ ഓർമ്മകൾ വീണ്ടും വീണ്ടും വരിക. അതുപോലെ തന്നെ അത് ഡ്രീംസിലൊക്കെ അതിൻ്റെ സിംറ്റംസ് വരിക. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്നത്തെ ഓർമ്മയെ ഓർമ്മപ്പെടുത്തുന്ന എലമെൻസുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ടാഗ്സ് കാണുമ്പോൾ നമുക്ക് ഒരു റിയാക്ടിവേഷൻ വരിക, അല്ലെങ്കിൽ ഹൈപ്പർ അറൗഷ്യൽ വരിക. അതുപോലെ തന്നെ ഒപ്പം തന്നെ സ്ട്രെസ്ഫുൾ, അതായത് നമുക്ക് ആ ഒരു സിറ്റുവേഷനോട് കോപ്പ് ചെയ്യാൻ പറ്റാത്ത മൂലം സൈക്കോളജിക്കലായിട്ടുള്ള സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നു. അതും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡർ PTSDയുടെ സിംറ്റംസാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം ട്രോമ, എന്തെങ്കിലും അല്ലെങ്കിൽ ആക്സിഡൻറ്റുകൾ, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന കലാമിറ്റീസുകൾ, ഇത്തരം ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ യുദ്ധം, വാറിൻ്റെ ഏറ്റവും ആദ്യമായിട്ട് PTSD ഡയഗ്നോസ് ചെയ്യുന്നത് വാറിൻ്റെ സമയത്താണ്. യുദ്ധ സമയത്തുണ്ട് അവിടുത്തെ ആർമി ഓഫീസേഴ്സിനാണ് ഫസ്റ്റായിട്ട് PTSD കാണുന്നത്. കാരണം അത്തരം ഒരു ട്രോമ കഴിഞ്ഞതിന് ശേഷം വരുന്ന, ചിലപ്പോൾ അത് 20 വർഷം കഴിഞ്ഞിട്ടൊക്കെ വരും. അങ്ങനെയൊക്കെയുള്ള ഹിസ്റ്ററീസ് ഉണ്ട്. ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒരുപാട് PTSD പിന്നീട് വരുന്ന ഇത്തരം ഡിസോർഡേഴ്സുകൾ വളരെ കോമൺ ആണ്. അതുപോലെ തന്നെ ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് ആൻഡ് സൊമാറ്റോഫോം ഡിസോർഡേഴ്സ്. ഈ ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സിൽ പ്രധാനമായിട്ടും ഡിസോസിയേറ്റീവ് അംനേഷ്യ വരുന്നുണ്ട്. ഡിസോസിയേറ്റീവ് അംനേഷ്യ, നമുക്കറിയാം അംനേഷ്യ എന്ന് പറഞ്ഞാൽ ഫോർഗെറ്റിങ് അല്ലേ, അല്ലെങ്കിൽ മെമ്മറി ലോസ് ആണ് അല്ലേ. നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. അത് സാധാരണഗതി ഓർഗാനിക് അംനേഷ്യ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിലുള്ള ഡാമേജ് മൂലം ഹിപ്പോ ക്യാമ്പസിനോ അല്ലെങ്കിൽ ഹൈപ്പോതലാമസിനോ അത്തരത്തിലുള്ള ഏരിയാസിൽ ഡാമേജ് മൂലം ഉണ്ടാകുന്ന ഡിസോസിയേഷൻ അല്ലെങ്കിൽ അംനേഷ്യ വരാറുണ്ട്. ഈ ഡിസോസിയേറ്റീവ് അംനേഷ്യ സൈക്കോജനിക് അംനേഷ്യയാണ്. അഥവാ സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്കറിയാം. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാന്നല്ല, നമ്മളത് ആ ചാപ്റ്റർ എടുക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോഅനാലിറ്റിക് തിയറി അല്ലേ, നമ്മുടെ ഡിഫെൻസ് മെക്കാനിസം റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ചിന്തകളെ, തോട്ടിനെ, എക്സ്പീരിയൻസിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ നോർമൽ കോൺഷ്യസിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസമായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അത്തരത്തിലൊരു സൈക്കോജനിക് അംനേഷ്യയാണ് ഡിസോസിയേറ്റീവ് അംനേഷ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ DID അഥവാ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ. നമ്മളത് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ മലയാള ഫിലിംസിലൊക്കെ ഒരുപാട് ഒരുപാട് നോവൽസുകളൊക്കെ ഉണ്ട് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. അഥവാ ഡ്യുവൽ എന്ന് പറയുമ്പോൾ 2 ഐഡൻറ്റിറ്റിയേ ഉള്ളൂ. മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ഐഡൻറ്റിറ്റി, ഒരാൾക്ക് തന്നെ 10ഉം 20ഉം ഐഡൻറ്റിറ്റി ഒക്കെ ഉണ്ടാവും അല്ലേ, എന്നിട്ട് ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ ആകുമ്പോൾ ഐഡൻറ്റിറ്റി മാറുക. ഐഡൻറ്റിറ്റി മീൻസ് ഒരാളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അയാളുടെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതിയും വസ്ത്രധാരണ അല്ലെ, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയറൽ സ്റ്റൈല്, ഇമോഷണൽ റെസ്പോൺസ്, ഇതൊക്കെ മാറും അല്ലേ. കാരണം ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയാണ്. ഇങ്ങനെ ഡ്രാസ്റ്റിക്കായിട്ട് ഒരാളുടെ ഇത്തരത്തിലുള്ള റെസ്പോൺസും ബിഹേവിയേഴ്സും ഓർമ്മകളും അല്ല ചിന്തകളും ഒക്കെ മാറുന്നൊരവസ്ഥയാണ് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇതും ഡിസോസിയേഷനാണ്, അഥവാ സൈക്കോജനിക്കാണ്, അഥവാ ഒരു ഡിഫെൻസ് മെക്കാനിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അത്തരത്തിൽ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ട് അതിനെ ഞാൻ ചെറുതാക്കിയല്ല, അത് വളരെ വൈഡായിട്ട് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഡീപേഴ്സണലൈസേഷൻ, ഡീറിയലൈസേഷൻ ഡിസോർഡേഴ്സ്, ഇതും ഒരു ഡിസോസിയേഷനാണ്. അഥവാ ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുമ്പോൾ ഡിറ്റാച്ച് ഫ്രം മൈസെൽഫ് അല്ലേ, അല്ലെങ്കിൽ എനിക്കൊരു പുറത്ത് ഒരു സ്ട്രേഞ്ചറെ പോലെ ഞാൻ എന്നെ തന്നെ റിയലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ ഞാൻ എന്നെ കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയാം. ഡീറിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഡിസോസിയേറ്റീവ് ഡിസോർഡറാണ്. നമുക്ക് അതിൽ പ്രധാനമായിട്ടും വരുന്നത് അല്ലേ, ഒരു ഔട്ട്സൈഡ് വേൾഡ്, ഞാൻ ഈ ഡിറ്റാച്ച്ഡ് ഈ ഒരു വേൾഡിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് തോന്നുന്ന ഒരു ഫീലിങ്സാണ് ഡീറിയലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ സൊമാറ്റോഫോം
ഡിസോർഡേഴ്സ് ഉണ്ട്. സൊമാറ്റോഫോം സിംറ്റം ഡിസോർഡർ, നമുക്കറിയാം ഇതിൽ ഒരുപാട് ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഇന്നസ് ആങ്സൈറ്റി ഡിസോർഡർ, ഹിസ്റ്റീരിയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫാക്ടിസസ് ഡിസോർഡർ. ഇങ്ങനെ ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സിന് അത് നമുക്ക് സാധാരണഗതിയിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബോഡിലി അലൈൻമെൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ബോഡിലി ഡിസീസിൻ്റെ സാധാരണഗതിയിൽ ബോഡിലി ഡിസീസിൻ്റെ സിംറ്റംസ് കാണിക്കുന്നുണ്ടാവും. പക്ഷേ ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമുക്ക് മെഡിക്കൽ ഇൽനെസ് ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. ഇറ്റ്സ് റിലേറ്റഡ് ടു സൈക്കോളജിക്കലായിരിക്കും അല്ലേ. ഇപ്പോൾ ക്യാൻസറിൻ്റെ സിംറ്റം കാണിക്കുന്നുണ്ടാവും, എല്ലാ സിംറ്റംസും കാണിക്കുന്നുണ്ടാവും. പക്ഷേ ഏത് തരം ഡയഗ്നോസ്റ്റിക് എക്സാമിനേഷനും ചെയ്യുമ്പോൾ നമുക്ക് ഒരു സിംറ്റം ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള എവിഡൻസ് കാണൂല. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. ഒപ്പം തന്നെ അത് അവരിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും സൊമാറ്റോഫോം ഡിസോർഡേഴ്സിൽ വരുന്നത്. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫോർസം ഫിസിയോളജിയിൽ അല്ലേ. അനോറക്സിയ നെർവോസ, ബുലൂമിയ നെർവോസ, റൂമിനേഷൻ ഡിസോർഡർ, പിക്ക, ബിഞ്ച് ഈറ്റിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത്തരം ഡിസോർഡേഴ്സ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സാണ്. അനോറക്സിയ നെർവോസം ബുലൂമിയ നമുക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ്, നാർക്കോലെപ്സി, ഇൻസോംനിയ, ഹൈപ്പർസോംനിയ, അതുപോലെ തന്നെ ബ്രീത്തിങ് റിലേറ്റഡ് ഡിസോർഡർ, സ്ലീപ്പ് അപ്നിയ അല്ലെ, ഉറക്ക സമയത്ത് വരുന്ന ഡിസ്റ്റർബൻസ്, നമ്മുടെ ബ്രീത്തിങ്ങിൽ വരുന്ന ഡിസ്റ്റർബൻസ് ആണ്. പാരാസോംനിയാസ് ഉണ്ടാവില്ല, സോംനാംബുലിസം പോലെയുള്ള, അല്ലെങ്കിൽ ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന അസുഖങ്ങളൊക്കെ അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രം, അതൊക്കെ സ്ലീപ്പ് ഡിസോർഡേഴ്സാണ്. ഡിസ്റപ്റ്റീവ് ഡിസോർഡേഴ്സ്, ഇതും ഒരു തരം സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി റിലേറ്റഡ് ആണ്. ക്ലെപ്റ്റോമാനിയ, പൈറോമാനിയ, ഇൻ്റർമിറ്റൻറ്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ, കണ്ടക്ട് ഡിസോർഡർ, ODD, ഒപ്പോസിഷണലി ഡിഫൈൻഡ് ഡിസോർഡേഴ്സ്. ഇത് ഏറ്റവും ചെറിയ കുട്ടികളിലും അഡോളസൻസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് കാണപ്പെടുന്നത്. അത് നമ്മൾ ഡിസോർഡേഴ്സ് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സബ്സ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സിൽ നമുക്കറിയാം സബ്സ്റ്റൻസ്, സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് യൂസ് ചെയ്യുമ്പോൾ, യൂസ് ഡിസോർഡേഴ്സ് നമുക്കറിയാം അബ്യൂസീവ് അല്ലേ. സാധാരണഗതിയിൽ അത് നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിന്, നമ്മുടെ ഹെൽത്തിനൊക്കെ ഹാനികരമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളത് ഉപയോഗിക്കുമ്പോഴാണ് അതിന് അബ്യൂസ് എന്ന് പറയുക അല്ലേ. അത്തരത്തിലുള്ള അബ്യൂസ് മൂലം ഉണ്ടാകുന്ന ഡിസോർഡേഴ്സുകളുണ്ട്. ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സ്, അതുപോലെ കന്നാബിൻസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, ഇൻഹലൻറ്റ് യൂസ് ഡിസോർഡേഴ്സ് ഉണ്ട്, സ്റ്റിമുലൻ്റ് യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ ടൊബാക്കോ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ്, ഗാംബ്ലിംഗ് ഡിസോർഡർ അല്ലേ. അതുപോലെ തന്നെ ന്യൂറോ കൊഗ്നിറ്റീവ് ഡിസോർഡേഴ്സ്, ഡെലീറിയം പോലെയുള്ള ന്യൂറോ കൊഗ്നിറ്റീവ് ഡിസോർഡേഴ്സ്. വളരെ വൈഡായിട്ട് പറയേണ്ട മെൻ്റൽ ഡിസോർഡേഴ്സിൽ ഏറ്റവും കൂടുതൽ സ്റ്റഡീസും അതുപോലെ ഏറ്റവും കൂടുതൽ ലിറ്ററേച്ചറുള്ള ഒരു ഡിസോർഡറാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. ഇതൊരു അംബർല ടൈമാണ്. ഒരുപാട് ഡിസോർഡേഴ്സ് ഇതിൻ്റെ അണ്ടറിലുണ്ട്, ഒരുപാട് വേരിയേഷൻസുകളുണ്ട്, ഒരുപാട് ഡിവിഷൻസുകളുണ്ട്. പ്രധാനമായിട്ടും പാരനോയിഡ് സ്കിസോഫ്രീനിയ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഇവർക്ക് അവരുടെ തോട്ടിൽ, അതുപോലെ പെർസെപ്ഷൻ, അവരുടെ സ്പീച്ച്, അവരുടെ അഫക്ഷൻ, ഇത്തരം മേഖലയിലൊക്കെ തന്നെ വേലിയേറ്റങ്ങൾ വരുന്ന, അല്ലെങ്കിൽ ഇത്തരം മേഖലയിലൊക്കെ തന്നെ ഡിസ്റ്റർബൻസുകൾ വരുന്ന, അല്ലെങ്കിൽ ഇത്തരം മേഖലയിലൊക്കെ തന്നെ ഇവരെ അസ്വസ്ഥരാക്കുന്ന ഒരു ഡിസോർഡറാണ് സ്കിസോഫ്രീനിയ അല്ലേ. വളരെ വിചിത്രമായിട്ടുള്ള തോട്ടുകൾ ഇവർക്കുണ്ടാവും, വളരെ വിചിത്രമായിട്ടുള്ള സ്പീച്ചായിരിക്കും, വളരെ വിചിത്രമായിട്ടുള്ള അശരീരികളെ, സാധാരണ ഓഡിറ്ററി ഹാലൂസിനേഷൻസ്, അവർ മറ്റാരും കേൾക്കാത്ത ശബ്ദങ്ങൾ ഇവർക്ക് കേൾക്കാൻ പറ്റും, മറ്റുള്ള ആൾക്കാർ കാണാത്ത കാഴ്ചകൾ ഇവർക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അവർ മറ്റു ആരോടെങ്കിലും ഒരു സെക്കൻഡറി പേഴ്സണോട് സംസാരിക്കുന്നുണ്ടാവും. അവർ ഒന്നല്ലെങ്കിൽ ഇത്തരം അശരീരികൾ അല്ലെങ്കിൽ ഇത്തരം ഓഡിറ്ററി ഹാലൂസിനേഷൻസ് അവരോട് വേറൊരു വ്യക്തി അവരോട് സംസാരിക്കുന്ന രീതിയിൽ അവർക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും 2 പേർ സംസാരിക്കുന്നത് ഇവർ ഒരു തേർഡ് പേഴ്സണായിട്ട് ഇവിടെ നിൽക്കുന്നതായിട്ടായിരിക്കും തോന്നുന്നത്. അല്ലെങ്കിൽ ഇവരെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി പാരനോയിഡ് സ്കിസോഫ്രീനിയ ഉള്ള ആളുകളിൽ ഒരു സംശയവും പ്ലസ് ഇവർക്കൊരു സ്കിസോഫ്രീനിയ ഉണ്ടെങ്കിൽ ഇവരെ അപായപ്പെടുത്താനുള്ള സംഭാഷണം ഇവർ കേൾക്കുന്നതായിട്ടായിരിക്കും ഇവരുടെ തോട്ട് വരുന്നത് അല്ലേ. അല്ലെങ്കിൽ അപ്പോൾ ഇവർ ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവും, അപ്പോൾ പുറത്തുള്ള വ്യക്തി കാണുന്നത് ഇവർ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതായിട്ടായിരിക്കും അല്ലേ. അങ്ങനെ ഇവരുടെ തോട്ടിൽ പ്രശ്നം വരും. തോട്ടിൽ പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും തോട്ടാണ് നമ്മൾ സ്പീച്ചിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ. സ്പീച്ചിൽ പ്രശ്നങ്ങളുണ്ടാവും.
ഇങ്ങനെ അവരുടെ ലൈഫിൽ അവരുടെ ഡെയിലി ഫങ്ഷനിങ്ങിനൊക്കെ തന്നെ വളരെ സാരമായിട്ട് രീതിയിൽ ബാധിക്കുന്നതാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. പാരനോയിഡ് സ്കിസോഫ്രീനിയ, എബിഫ്രീനിക് സ്കിസോഫ്രീനിയ, കത്തട്ടോണിക് സ്കിസോഫ്രീനിയ. വളരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കത്തട്ടോണിക് സ്കിസോഫ്രീനിയ. ഏതെങ്കിലും ഒരു പോസ്റ്ററിൽ അവരിങ്ങനെ നിൽക്കും ഒരുപാട് സമയം. ഏതെങ്കിലും ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിലങ്ങനെ പിടിച്ചു നിൽക്കും ഒരുപാട് സമയം. പ്രത്യേകിച്ച് നമ്മൾ അവരുടെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്താലും അവരൊന്നും ചെയ്യില്ല, അവരങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. അൺഡിഫറൻഷ്യേറ്റഡ് സ്കിസോഫ്രീനിയ, റെസിജ്വൽ സ്കിസോഫ്രീനിയ, സിമ്പിൾ സ്കിസോഫ്രീനിയ, അതുപോലെ തന്നെ അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള സ്കിസോഫ്രീനിയ. ഇങ്ങനെ ടൈപ്സ് ഓഫ് സ്കിസോഫ്രീനിയ ഉണ്ട്. ഇതിൽ തന്നെ നമ്മൾ പാരനോയിഡ് സ്കിസോഫ്രീനിയ എന്ന് പറയുമ്പോഴേക്കും അതിൽ തന്നെ ഒരുപാട് വേരിയേഷൻസുകൾ നമുക്കതിൽ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒബ്സസീവ് കമ്പൽസീവ് റിലേറ്റഡ് ഡിസോർഡേഴ്സുകൾ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആങ്സൈറ്റി ഡിസോർഡർ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. നമ്മൾ DSMഉം ICDയും വെവ്വേറെ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിനെ വേറെ ഒരു ക്ലാസിഫിക്കേഷനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ ഒരു ബോഡി ചെക്കിങ് ആങ്സൈറ്റിയാണ്. അതുപോലെ തന്നെ ഹോർഡിങ് ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ ട്രൈക്കോട്ടിലോമാനിയ, അതുപോലെ തന്നെ സ്കിൻ പിക്കിംഗ് ഡിസോർഡർ. ഇത്തരത്തിലുള്ള ഡിസോർഡേഴ്സാണ് പ്രധാനമായിട്ടും. ഇതൊരു റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ ആയിരിക്കും ഇത്തരം ഡിസോർഡേഴ്സുകൾ. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സുകൾ സാധാരണഗതിയിൽ നമ്മുടെ DSMലും ICDയിലൊക്കെ കാണപ്പെടും. പേഴ്സണാലിറ്റി ഡിസോർഡർ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലാതെ ഇന്നും നിലനിൽക്കുന്ന ഡിസോർഡേഴ്സാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. അവരുടെ അപ്ഡേഷൻസൊന്നും കൂടുതൽ മാറ്റം വരാറില്ല അതിൽ. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മൾ സാമൂഹിക വിരുദ്ധ വ്യക്തിത്വം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സൈക്കോപ്പതിക് പേഴ്സണാലിറ്റി എന്ന് പറയാറുണ്ട്. സൈക്കോപ്പതിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള വ്യക്തിത്വം കാണിക്കുന്ന അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, ഒരുതരം ഇതാണ് ഇമോഷണലി ബോർഡർ ബിറ്റ്വീൻ സൈക്കോട്ടിക് ആൻഡ് ന്യൂറോട്ടിക്, അതാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി. നമുക്കറിയാം അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടാകും, പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ. എന്നാൽ ഇവർ ഇമോഷണലി വളരെ സിമ്പിളായിരിക്കും അല്ലേ, പെട്ടെന്ന് ലയബിളായിരിക്കും. അപ്പോൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലേ. അതുപോലെ തന്നെ OCPD, ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ, പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, സ്കിസോയിഡും സ്കിസോറ്റിപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇങ്ങനെ ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. ഇത് ഓരോന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വീണ്ടും ഡിവിഷൻ ഉണ്ട്. ഇത് നമ്മൾ പറയുമ്പോൾ ഒരുപാടായി പോകും. നമ്മളത് 6th സെമ്മിൽ നിങ്ങൾക്കത് സെപ്പറേറ്റ് ചാപ്റ്ററായിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻസും പാരാഫീലിയാസും ഉണ്ട്. പാരാഫീലിയാസ്, ടൈപ്സ് ഓഫ് പാരാഫീലിയസ്: വയോറിസം, എക്സിബിഷനിസം, ഫ്രോട്യൂറിസം, സെക്ഷൽ മസോക്കിസം, സെക്ഷൽ സാഡിസം, പീഡോഫീലിയ, ഫെറ്റിസിസം, അതുപോലെ ട്രാൻസ്വെസ്റ്റിക് ഫെറ്റിസിസം അല്ലെങ്കിൽ ട്രാൻസ്വെസ്റ്റിക് ഡിസോർഡർ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ സെക്ഷുവൽ ഡിസ്ഫങ്ഷനിൽ ഡിലൈഡ് ഇജാക്കുലേഷൻ, ഇറക്ടൈൽ ഡിസോർഡർ, ഫീമെയിൽ ഓർഗാസം ഡിസോർഡർ, മെയിൽ സെക്ഷുവൽ അല്ലെങ്കിൽ ഫീമെയിൽ സെക്ഷുവൽ ഇൻട്രസ്റ്റ് ഡിസോർഡേഴ്സുകൾ, അറൗഷൽ ഡിസോർഡേഴ്സ്. ഇങ്ങനെ ടൈപ്സ് ഓഫ് സെക്ഷുവൽ ഡിസ്ഫങ്ഷൻസും ഉണ്ട്. ഇതിലൊന്നും പറയാത്ത ഒരുപാടായിട്ടുള്ള ഡിസോർഡേഴ്സ് ഇനിയുണ്ട്. നമ്മൾ ലേണിംഗ് ഡിസോർഡേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് ഇനിയും പറയാനുണ്ട്. ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഷ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ക്ലാസ്സിൽ എന്താണ് മെൻ്റൽ ഡിസോർഡർ, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഒപ്പം തന്നെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം DSM ആൻഡ് ICD, അതുപോലെ ടൈപ്സ് ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ക്ലാസ്സിൽ പറയുന്നത്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.